എല്ലാ കൂട്ടുകാർക്കും ബെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാവുന്ന ടിം ബർട്ടന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബീറ്റിൽ ജ്യൂസ് ആണ്. ആൻഡ് ഈ സിനിമയെ പ്രത്യേകത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 36 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് സീക്വൽ ലഭിച്ചതിൽ. അത് തന്നെ ഭയങ്കര വലിയൊരു എന്താ പറയുക ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണേ ഈ സിനിമ ആദ്യത്തെ സിനിമയുടെ അത്രയും നല്ലതാണോ, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ എന്നുള്ളതിൻ്റെയൊക്കെ എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണേ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള 36 വർഷത്തിന് ശേഷം ഡീറ്റ്സ് ഫാമിലി തിരിച്ച് ഈ വിന്റർ റിവറിലേക്ക് വരുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ആ വീട് സത്യം പറയുന്ന ബീറ്റിൽ ജ്യൂസ് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ എന്താണ് ഇത്തവണ അവരെ കൊണ്ടുവന്നത്, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിക്കണേ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആ ഒരു പ്രമിസസ്. പിന്നെ നമുക്കറിയാം ഇതൊരു ടിം ബർട്ടന്റെ സിനിമ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു വേൾഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എന്നെ ഈ സിനിമ കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു കാര്യം. അത് മറ്റൊന്നുമല്ല, മൈക്കൽ കീറ്റൺ തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ്റെ ബാറ്റ്മാൻ പോലെ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ബീറ്റിൽ ജ്യൂസിൻ്റെത്. ആൻഡ് പുള്ളിക്കാരൻ ഒരിക്കൽ കൂടി വൺ കിഡിലനായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഈ സിനിമയ്ക്കകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ സ്ക്രീൻ ടൈം വളരെ കുറവ് തന്നെയാണ്. ആൻഡ് നിങ്ങൾ മൈക്കൽ കീറ്റൺ മൈക്കൽ കീറ്റന് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തോന്നിപ്പോവും ഞാൻ പുള്ളിക്കാരന് വേണ്ടിയിട്ട് സിനിമ കാണാൻ വന്നത്, പക്ഷേ പുള്ളിക്കാരൻ അധികം സിനിമയിൽ ഇല്ലല്ലോ എന്നുള്ള ഒരു ഫാക്ടർ നമുക്ക് തോന്നാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഉള്ള സ്ക്രീൻ ടൈമിൽ പുള്ളിക്കാരൻ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട വിയോണ റൈഡറിനെ കുറിച്ച് തന്നെയാണ്. കാരണം പുള്ളിക്കാരി നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയ്ക്കകത്തും പുള്ളിക്കാരിയുടെ ആ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരി ഒരിക്കൽ കൂടി റീപ്രൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അറിയാൻ പറ്റും ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒരു ക്യാരക്ടറിനേക്കാളും എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് എന്നിരുന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമയിൽ നമ്മൾ എങ്ങനെയാണ് വിയോണ റൈഡറിന്റെ ക്യാരക്ടറിനെ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെയുള്ള ഒരു ആക്ടിങ്ങും ആ ഒരു ക്യാരക്ടർ ചാംനെസ് ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്തും പുള്ളിക്കാരിയുടെ ഭാഗത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ജെന ഓർട്ടേഗ തന്നെയാണ്. കാരണം പുള്ളിക്കാരിയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള കാസ്റ്റ് ലിസ്റ്റിൽ പുതിയതായിട്ടുള്ള ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം റീസെന്റ് കുറേ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള സീരീസുകൾ പോലത്തെ വെനസ്ഡേയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു കിഡിലൻ പെർഫോമൻസ്. സോ ഏകദേശം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഒരു വെറൈറ്റി പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണെന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് ജെന ഓർട്ടേഗ കിഡിലനായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്തും കാഴ്ചവെച്ച് തന്നിട്ടുള്ളത് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വില്യൻ ഡെഫോർഡ് ഒരു ക്യാരക്ടറിനെ നമുക്ക് ആഫ്റ്റർ ലൈഫിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് വളരെ സൂപ്പർ ആയിട്ട് തന്നെ അവർക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി എടുത്ത് പറയേണ്ട സിനിമയ്ക്കകത്തുള്ള CGയും VFXും തന്നെയാണ്. കാരണം അത് ഭയങ്കര വലിയൊരു എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഫിലിമിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വരുമ്പോഴേ നല്ലൊരു എന്താ പറയുക ഒരു 3 ഡെക്കേറ്റിന്റെ വ്യത്യാസമുണ്ട്. സോ ഞാൻ ഇത്രയും പറയുള്ളൂ. ഫസ്റ്റ് സിനിമയെ പ്രത്യേകത ആക്കിയിട്ടുണ്ടായിരുന്ന കുറേ ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോപ്പ് മോഷനും അതുകൂടാതെ തന്നെ പ്രാക്ടിക്കൽ എഫക്ട്സ് എല്ലാം തന്നെയാണ്. ആൻഡ് ടിം ബർട്ടൺ അത് ഈ സിനിമയ്ക്കകത്തും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡീപ് ഫേക്ക് CG വിഷ്വൽ എഫക്ട്സ് ഒക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ DAGing ഒക്കെ നമ്മൾ റീസെൻ്റ്ലി ഗോട്ടിൽ കണ്ടതുപോലെയൊക്കെ തന്നെ. എൻ്റെ പൊന്നോ എന്തോ ശോകം. സോ അതൊന്നുമല്ല നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഉണ്ട് CGയും VFXും ഉണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അത്യാവശ്യം വരുന്ന സ്ഥലത്ത് മാത്രമേ അവർ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ എഫക്ട്സും അത് കൂടാതെ തന്നെ സ്റ്റോപ്പ് മോഷനൊക്കെ അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജി അടിക്കാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ കുറച്ചുകൂടി അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട സിനിമയ്ക്കകത്തുള്ള കോമഡി. കാരണം ആദ്യത്തെ സിനിമയെ കുറച്ചും കൂടി പ്രത്യേകത ആക്കിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമർ, കോമഡി സെൻസും കാര്യങ്ങളെല്ലാം തന്നെയാണ്. ആൻഡ് ഈ സിനിമയ്ക്കകത്തും കോമഡി ടൈമിങ് അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി മൈക്കൽ കീറ്റൺ തന്നെയാണ് ഈ ഒരു സിനിമയുടെ അടിത്തറ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം മൈക്കൽ കീറ്റൻ്റെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സീക്വൻസും പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ ആദ്യത്തെ ആ ഒരു സിനിമയുടെ ആ ഒരു വൈബ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുമുണ്ട്. പക്ഷെ ഈ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമയെ കുറച്ചും കൂടി നന്നാക്കേണ്ടിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ സിനിമ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ആ ഒരു ടിം ബർട്ടന്റെ ആ ഒരു വേൾഡ് എക്സ്പാൻഡ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റോറി പ്ലോട്ട് ലൈൻ
നമുക്ക് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സിനിമയുടെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സീക്വൽ ബേറ്റ് ആയിട്ടുള്ളൊരു കുറേ എൻഡിങ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ സിനിമയ്ക്കകത്തായിരുന്നു കുറച്ചും കൂടി എന്താ പറയേണ്ടത് നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, പക്ഷേ എന്നാലും നല്ലൊരു സ്റ്റോറി ആദ്യത്തെ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മളെ കുറേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ലൈൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അത് അവർക്ക് നന്നാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ. നിങ്ങൾ ആദ്യത്തെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഈ സിനിമ പോയി കാണാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ OTT വരുമ്പോൾ കാണാൻ പറ്റിയ സ്ട്രീം ചെയ്യാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് മൈക്കൽ കീറ്റൻ്റെ സിനിമകൾ ഏതാ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഒബ്വിയസ്ലി എന്നോട് ചോദിക്കണേ അത് മറ്റൊന്നുമല്ല, ഐ ആം ദ നൈറ്റ്, ഐ ആം ബാറ്റ്മാൻ, അല്ലാതെ വേറൊന്നും ഞാൻ പറയില്ല. സോ ഇതെല്ലാം തന്നെയാണ് പുതിയ ബീറ്റിൽ ജ്യൂസ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ബീറ്റിൽ ജ്യൂസ് വരുമ്പോഴത്തേക്കും ബീറ്റിൽ ജ്യൂസ് എന്നൊരു പേരിടാൻ സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. കാരണം 2 എന്ന് അവർ ഇട്ടിട്ടില്ല, 2 ബീറ്റിൽ ജ്യൂസ് ഇപ്പോൾ. അപ്പോൾ 3 ബീറ്റിൽ ജ്യൂസ് നമുക്ക് എന്താണെങ്കിലും അടുത്ത് തന്നെ ലഭിക്കുന്നത് തന്നെയാണ്. സോ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബിങ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊന്ന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.